ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഓണത്തിന് എടുക്കാൻ പറ്റിയ 55 ഇഞ്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടി വിസ് പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓണം ഇപ്പോൾ എന്തായാലും ഇങ്ങ് എത്തിക്കഴിഞ്ഞല്ലോ. അപ്പോൾ എനിക്കറിയാം നിങ്ങളിൽ പല ആൾക്കാരും 65 ഇഞ്ചും 75 ഇഞ്ച് ടി വിസും കൂടി നോക്കുന്നുണ്ടെന്ന്. പക്ഷെ അത് നമ്മൾ പാർട്ട് 4 ആയിട്ടാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ 55 ഇഞ്ചാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ 65 to 75 ഇഞ്ച് ഓണത്തിന് മുന്നേ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ നോക്കുന്ന കാറ്റഗറിയിൽ 55 ഇഞ്ചിൽ 48 ടി വി മോഡൽസ് ശരിക്കും ഉണ്ട്. വളരെ ക്രൗഡഡ് ആണ്, വളരെ സോട്ട് ആഫ്റ്റർ സൈസാണ്. ആൾക്കാർ എടുക്കാൻ നോക്കുന്ന ഏറ്റവും അധികം മോഡൽസ് ഉള്ള ഒരു സൈസ് കാറ്റഗറിയാണ് ഈ 55 ഇഞ്ച്. വലിയ പ്ലെയേഴ്സായ LG, സാംസങ്, സോണി ആക്ച്വലി ഈ കാറ്റഗറിയിൽ തിരിച്ചെത്തുന്നുണ്ട്. കാരണം പ്രൈസസ് ഹൈ ആണ്, അവർക്ക് പ്രോഫിറ്റബിലിറ്റി ഹൈ ആണ്. പണ്ട് നമ്മൾ ചെയ്ത 32 ഇഞ്ച്, 43 ഇഞ്ച്, 50 ഇഞ്ചിൽ ഈ വലിയ ബ്രാൻഡ്സ് കുറവായിരുന്നു. മറ്റേ സെഗ്മെന്റിൽ തിളങ്ങി നിന്ന ബ്രാൻഡ്സായ TCL, ഹൈസെൻസ്, ഷയോമി അവരുടെ മോഡൽസിൻ്റെ നമ്പർ കുറയാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അത് ഏകദേശം 70,000 വരെയാണ് അവരുടെ ടോപ്പ് മോഡൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ 55 ഇഞ്ചിൽ. അത് നല്ലൊരു സ്ട്രാറ്റജി തന്നെയാണ് അവരിടുന്നത്. കാരണം വെച്ചാൽ അവർ 70,000 മുകളിൽ വിൽക്കുന്നത് അവർക്കും നല്ലതല്ല. കാരണം ആൾക്കാർ വിചാരിക്കും നല്ലൊരു ബ്രാൻഡിന് പോയാൽ പോരെയെന്ന്. അപ്പോൾ അവരെ USP അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൈസുമിലും കൂടുതൽ ഫീച്ചേഴ്സും കൊടുക്കുക. അതുകൊണ്ടാണ് അവർ 70,000 വരെ അവരുടെ ടോപ്പ് മോഡൽസ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും കുറേ നല്ല സർപ്രൈസിങ് മോഡൽസ് ഈ ബ്രാൻഡുകൾ നമുക്ക് ഈ റേഞ്ചിൽ തരുന്നുണ്ട്. അതെന്തായാലും നമുക്ക് വഴിയെ കാണാം. എന്തായാലും 49 ടി വികളുണ്ട് ഈ 33,000 മുതൽ 2.5 ലക്ഷം വരെ നമ്മൾ ഈ നോക്കുന്ന 55 ഇഞ്ച് റേഞ്ചിൽ. ഏറ്റവും അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ OLED ടി വികളും ഉണ്ട്. അപ്പം നമ്മൾ ഇത്രയും അധികം വലിയൊരു പ്രൈസ് ബ്രാക്കറ്റാണ് നോക്കുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ എളുപ്പത്തിന് വേണ്ടി 2 കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 33,000 to 80,000, 33,000 രൂപ മുതൽ 80,000 വരെയുള്ള ഒരു പ്രൈസ് ഒരു കാറ്റഗറിയിൽ 55 ഇഞ്ചിൽ ഏതാണ് ടോപ്പ് 1, 2, 3 റാങ്കിങ്ങും, പിന്നെ 81,000 മുതൽ 2.5 ലക്ഷത്തിന് വരെ വരുന്ന 55 ഇഞ്ചിൽ ഏതാണ് 1, 2, 3 റാങ്കിങ്ങിൽ നല്ല ടി വികൾ. അപ്പോൾ നമ്മൾ ഇത്രയധികം ടി വികൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്പ്ലേ ടെക്നോളജി വെച്ചിട്ടാണ് നമ്മൾ ഈ നല്ല ടി വി കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് LED, QLED, മിനി LED, QNED അങ്ങനത്തെ ടെക്നോളജി വെച്ചിട്ട് ഈ പ്രൈസ് റേഞ്ചിൽ ഏതാണ് ബെസ്റ്റ് ടെക്നോളജിയും ബെസ്റ്റ് ഫീച്ചേഴ്സും ഉള്ള ടി വി, അങ്ങനെയാണ് നമ്മളിത് നോക്കുന്നത്. 33,000 മുതൽ 80,000 വരെയുള്ള ഈ റേഞ്ച് നോക്കുമ്പോൾ 35 ടി വികളുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ചാർട്ടിൽ കാണുന്ന പോലെ 46% LED ടി വികളാണ്, 34% QLED, 11% മിനി LED, QNED 6%. അത് പ്രത്യേകിച്ച് LG ടി വികളും OLED ഏകദേശം 3%. അപ്പോൾ നമ്മൾ ബ്രാൻഡ്സിൻ്റെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ TCL 8 ടി വി ഉണ്ട്, 2 LED, 5 QLED, 1 മിനി QLEDയും അവർക്കുണ്ട്. ഹൈസെൻസ് എടുക്കുകയാണെങ്കിൽ 7 ടൈപ്പ് ടി വികളുണ്ട്, 2 LED, 3 QLED, 2 മിനി QLED. ഷയോമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 5 ടി വികളുണ്ട്, 3 LED, 1 QLEDയും പിന്നെ 1 OLED. ഈ OLED ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ടി വിയാണ് 80,000 താഴെ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇത് ആക്ച്വലി ഒരു 2022 മോഡലാണ്. അത് ഞാൻ പിന്നീട് നമുക്ക് അതിനെപ്പറ്റി നോക്കാം. തോഷിബ 3 മോഡലുണ്ട്, 2 QLEDയും 1 മിനി QLEDയും. LG 11 മോഡലുണ്ട്, 2 LED, പിന്നെ ബാക്കി കുറേ QNEDയും LED ടി വികളും. സാംസങ് 3 ടി വികളുണ്ട്, 2 LEDയും 1 QLED ടി വിയും. സോണിക്ക് 4 ടി വികളാണ്, ആ 4ഉം LED ടി വികളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടെക്നോളജി വൈസ് നോക്കുകയാണെങ്കിൽ LED ടെക്നോളജി ഇതിൽ ഉപയോഗിക്കുന്ന 16 ടി വികളാണ്. സോണി, സാംസങ്, ഷയോമി, ഹൈസെൻസ്, LG, TCL അവരെയൊക്കെ മോഡൽസാണ് നിങ്ങൾ ഈ കാണുന്ന ടേബിളിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ 49 ടി വികൾ പറയേണ്ടത് കൊണ്ട് ഞാനത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഫോട്ടോസ് കാണിക്കുന്നില്ല. ജസ്റ്റ് ഈ ടേബിളിൽ മോഡൽ നമ്പേഴ്സ് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ കമ്പാരിസൺ ടേബിളിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാം ഏതൊക്കെ മോഡൽസ്. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലിങ്ക്സ് കൊടുക്കാം. അപ്പോൾ ഈ ടേബിളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം സോണി മോഡൽസ് കണ്ടില്ലേ, ഫുൾ ഫോക്കസ് LED മുകളിലാണ്. സോണി LED ആണ് ഇപ്പോൾ പോലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എത്തിയിട്ട് പോലും കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്, വിച്ച് ഇസ് വെരി ബാഡ്. നമ്മളൊരു ടെക്നോളജി റീക്യാപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം OLED ആണ് ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി. പിന്നെയാണ് QLEDൻ്റെ വകഭേദങ്ങളായ മിനി LED, പിന്നെ QNED, പിന്നെ നോർമൽ QLED, പിന്നെ അതിൻ്റെയും താഴെ ഏറ്റവും ബേസാണ് നമ്മുടെ നോർമൽ LED ടി വികൾ. അപ്പോൾ നമ്മൾ 55 ഇഞ്ചിൽ ഇത്രയും പ്രൈസ് കൊടുത്ത് എടുക്കുമ്പോൾ നമ്മൾ LED ടി വികൾ മൊത്തമായിട്ട് അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മൾക്ക് QLED ടി വി മിനിമം ആയിട്ട് ഈ നല്ല ഫീച്ചേഴ്സോടുകൂടി കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെയും താഴെ
താഴെയുള്ള ഒരു ടെക്നോളജിയായി നോർമൽ LED പോകേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഈ LED TV ഈ 33,000 മുതൽ 80,000 വരെയുള്ള കാറ്റഗറിയിൽ LED TVകൾ മാത്രം എടുക്കുകയാണെങ്കിൽ പല മോഡൽസും നമുക്ക് കാണാം. ഇത് അധികവും LG, സോണി ഇങ്ങനത്തെ ബ്രാൻഡ്സാണ് കൊടുക്കുന്നത്, വളരെ കുറച്ച് ഫീച്ചേഴ്സും വെച്ചിട്ട്. ഇനി QLED, മെയിനായിട്ടുള്ള QLED കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 12 TVകളുണ്ട് 33,000 മുതൽ 80,000 റേഞ്ചിൽ. TCL, തോഷിബ, ഹൈസെൻസ് ഒക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്ലെയേഴ്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വാല്യൂ ഫോർ മണി തരുന്ന മോഡൽസും ഫീച്ചേഴ്സും ഈ കമ്പനികളാണ് ഈ റേഞ്ചിൽ QLED TV തരുന്നത്. സാംസങ് 68,000 രൂപയ്ക്ക് ഒരു QLED TV ഉണ്ട്, പക്ഷേ അതിന് ഡോൾബി വിഷൻ പോലും ഇല്ല. 60 ഹെർട്സ് റിഫ്രഷ് റേറ്റൊക്കെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് 68,000 രൂപയ്ക്ക് പോലും സാംസങ് തരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ QLED കാറ്റഗറിയിൽ അനാലിസിസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ TCLൻ്റെ C655 ആണ് ശരിക്കും ഫസ്റ്റ് സ്ഥാനത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ TCLൻ്റെ ബാക്കിയുള്ള കുറച്ച് വളരെ നല്ല ഫീച്ചേഴ്സുള്ള C645ഉം P71B പ്രോയും കമ്പയർ ചെയ്താൽ പോലും C65 ഒരു 2024 മോഡലാണ്. 450 നിറ്റ്സ് സ്ക്രീൻ ബ്രൈറ്റ്നസ് ഉണ്ട്, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ നല്ല നമ്മുടെ ഡിസ്പ്ലേ ടെക്നോളജീസ് ലേറ്റസ്റ്റ് ആയ ഡോൾബി വിഷൻ, HDR10+, HLG അങ്ങനത്തെ ഉള്ള എല്ലാ ഡിസ്പ്ലേ ടെക്നോളജീസും 95% കളർ ഗാമറ്റുള്ള ഡിസ്പ്ലേ ആണ് ഇവർ തരുന്നത് TCL. പിന്നെ സ്പീക്കേഴ്സ് ആണെങ്കിൽ ഓങ്ക്യോൻ്റെ 2.1 35 വാട്ട് സ്പീക്കേഴ്സാണ്. അപ്പോൾ സൗണ്ട് വളരെ നല്ലതായിരിക്കും. പിന്നെ 6000:1 കോൺട്രാസ്റ്റ് റേഷ്യോ ഉണ്ട് ഡിസ്പ്ലേക്ക്. ഇതിൻ്റെ സ്റ്റോറേജ് നോക്കിക്കഴിഞ്ഞാൽ RAM 2GB സ്റ്റോറേജ് 32GB ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു 44,000 രൂപയ്ക്ക് കിട്ടുന്നത് വളരെ നല്ല ഒരു ഫീച്ചേഴ്സും എല്ലാം കൊണ്ടും തന്നെ ഈ ഒരു കാറ്റഗറിയിൽ 55 ഇഞ്ചിൽ ഏറ്റവും നല്ല ഒരു വാല്യൂ ഫോർ മണി മോഡൽ തന്നെയാണ് ഇത്. ഇനി രണ്ടാമത് എടുക്കുകയാണെങ്കിൽ തോഷിബൻ്റെ M550 MP എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് 51,000 റുപ്പീസാണ് ഇതിൻ്റെ ഒരു വില. അപ്പോൾ ഇതും ഒരു 55 ഇഞ്ച് കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതൊരു ഗൂഗിൾ TV ആണ്. 400 നിറ്റ്സ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്, ഫുൾ എറേ ലോക്കൽ ഡിമ്മിങ് ആണ്. എന്ന് വെച്ചാൽ ഓരോ OLED പോലെ അല്ലെങ്കിൽ പോലും കുറേയൊക്കെ പിക്സൽസിനെ കൺട്രോൾ ചെയ്തിട്ട് നല്ല കളറ് ആ ഒരു വൈറ്റിഷ് ഗ്രേഷ് അങ്ങനത്തെ ഇതൊക്കെ കുറച്ചും കൂടെ നല്ല ഡാർക്ക് കളേഴ്സ്, ഡാർക്ക്നെസ്, അതായത് ബ്ലാക്ക് ലെവൽസൊക്കെ നന്നായിട്ട് കാണിക്കുവാൻ ഈ ഫുൾ എറേ ലോക്കൽ ഡിമ്മിങ് ഒക്കെ ചെയ്യാൻ പറ്റും. ആ ടെക്നോളജി ഇതിലുണ്ട്. പിന്നെ ഡോൾബി വിഷൻ, HDR10+, HLG ഒക്കെ ഉണ്ട്. പിന്നെ സ്പീക്കേഴ്സ് നമ്മൾ ഒന്നാം സ്ഥാനത്ത് പറഞ്ഞ TCLനെക്കാളും കൂടുതലാണ്, കുറച്ചും കൂടെ വാട്ട്സ് കൂടുതലാണ്, 40 വാട്ട്. ഇതും 2.1 ഉള്ളതാണ്, സബ് വൂഫർ ഉള്ളതാണ് TCLനെ പോലെ തന്നെ. അപ്പോൾ സൗണ്ട് വളരെ നല്ലതായിരിക്കും. പിന്നെ 3 HDMI പോർട്ടും 2 USB പോർട്ടും ഉണ്ട്. സ്റ്റോറേജ് എടുക്കുകയാണെങ്കിൽ 2GB റാമും 16GB സ്റ്റോറേജ് സ്പേസുമാണ്. ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ TCLനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പകുതിയാണ്, 16GB ആണ്. എങ്കിൽ പോലും അത് കുഴപ്പമൊന്നുമില്ല. 51,000 നല്ലൊരു സെക്കൻഡ് പ്ലേസിലുള്ള TV ആണിത്. ഇനി മൂന്നാം സ്ഥാനത്ത് ഹൈസെൻസിൻ്റെ E68N എന്ന് പറഞ്ഞ മോഡലാണ്. 2024 മോഡലാണ്. ഇത് ഹൈസെൻസിൻ്റെ U6K-നായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മേ ബി 400 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സ്ക്രീനാണ്, ഗൂഗിൾ TV ആണ്. ഇതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ സ്പീക്കേഴ്സ് 24 വാട്ട്സ് ഉള്ളൂ. ആദ്യത്തെ 1, 2 സ്ഥാനത്തൊക്കെ നോക്കുകയാണെങ്കിൽ കുറവായിരിക്കും സൗണ്ട്. പിന്നെ HLGയും ഇല്ല എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അതാണ് 55 ഇഞ്ചിലെ 33,000 to 80,000 റേഞ്ചിലുള്ള നല്ല QLED TV. ഇനി നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള QNED പ്ലസ് മിനി LED, സാധാ QLEDൻ്റെ മുകളിലുള്ള ടെക്നോളജിയായ QNEDയും മിനി LED TVകളെ കാറ്റഗറിയും നോക്കാം. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ OLED മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ ടെക്നോളജീസ്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ 6 മോഡൽസാണ് മൊത്തത്തിലുള്ളത്. 2 LGൻ്റെ QNED മോഡൽ, 2 ഹൈസെൻസിൻ്റെ മോഡൽസ് U7N, U6N Pro, പിന്നെ TCLൻ്റെ C755 മിനി LED, പിന്നെ തോഷിബിൻ്റെ M650 MP എന്ന് പറഞ്ഞ മിനി LED മോഡലും. അപ്പോൾ നമ്മൾ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്ഥാനം കൊടുക്കാൻ പറ്റുന്നത് TCLൻ്റെ തന്നെ C755 എന്ന് പറഞ്ഞ മോഡലിനാണ്. ഇത് അമേസിംഗ് ടെക്നോളജിയാണ് ഓൺ ദ പേപ്പർ. 2024 മോഡലാണ്. 1300 നിറ്റ്സ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്, 240 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സ്ക്രീനാണ്, ഫുൾ എറേ ലോക്കൽ ഡിമ്മിങ് ആണ്, 98% കളർ ഗാമറ്റ് ഡിസ്പ്ലേ ഉണ്ട്, ഡോൾബി വിഷൻ, HDR+, 10+, HLG എല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ടെക്നോളജീസ് ഒക്കെ ഉണ്ട്. മിനി LED ആയതുകൊണ്ടാണ് ഇത്ര അധികം ബ്രൈറ്റ്നസ്സും ഇത്ര അധികം ഡിസ്പ്ലേ അടിപൊളിയായിട്ട് OLEDൻ്റെ താഴെ TCLന് ഇത് നമുക്ക് തരാൻ പറ്റുന്നത്. 50 വാട്ട് സ്പീക്കേഴ്സാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇതുവരെ
കണ്ടതിലുള്ള ഏറ്റവും നല്ല സ്പീക്കേഴ്സ് ആയിരിക്കും ഇത്. പിന്നെ 4 HDMI പോർട്ടുണ്ട്, 2 USB പോർട്ടുണ്ട്, 3GB റാമും 32GB സ്റ്റോറേജും ഈ മോഡലുണ്ട്. ഗൂഗിൾ TV ആണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ദ ഓൺലി ഗൂഗിൾ TV ഇൻ ദ മിനി LED കാറ്റഗറി അണ്ടർ 70,000. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു അമേസിംഗ് വാല്യൂ ഫോർ മണിയാണ്. അപ്പോൾ ബാക്കി നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ മോഡൽസിലൊക്കെ ഹൈസെൻസിൻ്റെ ഒക്കെ എടുത്താലും അതെല്ലാം വിഡ OS ഉള്ളതാണ്. പിന്നെയുള്ള തോഷിബയും വിഡ ഹൈസെൻസിൻ്റെ സെയിം OS യൂസ് ചെയ്യാണ്. അപ്പോൾ ഗൂഗിൾ TV എന്ന് പറയാൻ ആകെ നമുക്ക് ഈ ഒരു TCLൻ്റെ TV മാത്രമേ ഉള്ളൂ. അപ്പോൾ അമേസിംഗ് വാല്യൂ ഫോർ മണിയാണ് 70,000 ഈ മിനി LED TV. ഈ മിനി LED ആയതുകൊണ്ട് ക്ലോസ് ടു OLED പെർഫോമൻസ് നമുക്ക് കിട്ടും, ഫുൾ എറേ ലോക്കൽ ഡിമ്മിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട്. ഇനി രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഹൈസെൻസിൻ്റെ U7N എന്ന് പറഞ്ഞ മോഡലാണ്. ഈക്വലി ഗുഡ് ഡിസ്പ്ലേ ആണിത്. 1200 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്, ഫുൾ എറേ ലോക്കൽ ഡിമ്മിംഗ് ഉണ്ട്, ഡോൾബി വിഷൻ HDR10+, HLG, IMAX എൻഹാൻസ്ഡ് ആണ്. അപ്പോൾ അതായത് വലിയ സ്ക്രീൻ സൈസ് വരുമ്പോൾ IMAXൻ്റെ സ്പെസിഫിക്കേഷൻസിൽ കുറച്ചും കൂടെ നല്ലൊരു ഡോൾബി വിഷനൊക്കെ പോലെ ഒരു ടെക്നോളജി സർട്ടിഫിക്കേഷൻ ആണ്. പിന്നെ 49 വാട്ട് സ്പീക്കർ ഉണ്ട്, 4 HDMI പോർട്ടും 2 USB പോർട്ടും ഉണ്ട് സ്റ്റോറേജിന്, 3GB റാമും 8GB ആണെന്ന് തോന്നുന്നു സ്റ്റോറേജും ഇതിലുണ്ട്. അത് കുറവാണ്, പക്ഷെ എങ്കിലും കുഴപ്പമില്ല. 80,000 ആണ് ഇതിന് വില. അപ്പോൾ TCLൻ്റെ നമ്മൾ പറഞ്ഞ C755 ഇതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഫീച്ചേഴ്സുമാണ്, ഇതിനേക്കാളും 10,000 രൂപ കുറവുമാണ്. അതുകൊണ്ടാണ് ഈ ഹൈസെൻസിൻ്റെ ഈ മോഡൽ സെക്കൻഡ് പ്ലേസിലേക്ക് പുഷ്ടായി പോയത്. ഇനി മൂന്നാമത്തെ സ്ഥാനത്ത് തോഷിബൻ്റെ M650 MP എന്ന് പറഞ്ഞ മോഡലാണ്. ഇതൊരു A+ ഗ്രേഡ് പാനലാണെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ 600 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. ശരിക്കും ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ പറഞ്ഞ 1-2 TCLും ഹൈസെൻസിൻ്റെയും നേരെ പകുതിയെ ബ്രൈറ്റ്നസ് നിറ്റ്സ് ഉള്ളൂ. പിന്നെ ഫുൾ എറേ ഡിമ്മിങ് ടെക്നോളജിയാണ്, ഡോൾബി വിഷൻ HDR10+, HLG ഒക്കെ ഉണ്ട്. 49 വാട്ട് സ്പീക്കറാണ്. പിന്നെ 3 HDMI പോർട്ടും 2 USB പോർട്ടുമാണ്. മുകളിലത്തേനെക്കാട്ടും കുറവാണ് പോർട്സുകൾ, HDMI ഒരെണ്ണം വെച്ചിട്ട്. പിന്നെ 1.5 GB റാമും 4GB സ്റ്റോറേജുമാണ്, അതും കുറവാണ്. പിന്നെ ഇതിൻ്റെ പോരായ്മ ഞാൻ പറഞ്ഞ പോലെ വിഡ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പിന്നെ 60 Hz റിഫ്രഷ് റേറ്റ് ആണെന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. 2023 ഒരു കൊല്ലം പഴയ മോഡലാണ്. ഇതിപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളതും ശരിക്കും ഒന്ന് നോക്കേണ്ടി വരും. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളെ ബഡ്ജറ്റ് ഭയങ്കര ടൈറ്റാണ്, പക്ഷേ നിങ്ങൾക്കൊരു മിനി LED TV എടുക്കണം, ദ ബെസ്റ്റ് ഇൻ ദ ടെക്നോളജി, OLEDൻ്റെ താഴെയുള്ള ഒരു TV ടെക്നോളജി വേണം. പക്ഷേ 50,000 രൂപക്ക് മുകളിലേക്ക് പോകാനേ നിങ്ങൾക്ക് പറ്റില്ല. അത്ര ടൈറ്റ് ബഡ്ജറ്റ് ആണെങ്കിൽ ഞാൻ പറയുന്നത് ഈ തോഷിബൻ്റെ ഈ മോഡൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ TCLൻ്റെ C755 കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമ്മൾ OLED അണ്ടർ 80,000 കാറ്റഗറി എടുക്കില്ല, ഒറ്റ TV ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഷയോമിൻ്റെ OLED വിഷൻ 2022 മോഡലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതൊരു ഗുഡ് OLED ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ LGൻ്റെ OLED മോഡൽസ് 80,000 അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് A3 എന്നൊക്കെ പറഞ്ഞ് ഓൺലൈൻ മോഡൽസ് തന്നെ നമുക്ക് LGൻ്റെ OLED കിട്ടും. ഡിസ്പ്ലേ ടെക്നോളജിയിൽ LG OLEDയിൽ LG തന്നെയാണ് ലീഡർ. അപ്പം ഷയോമിൻ്റെ ഈ 1-2 ഓൾഡ് ഇയർ മോഡൽ എടുക്കേണ്ട 2 years to 3 years ഓൾഡ് മോഡൽ നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. ആ OLED സ്ക്രീന് LGൻ്റെ അത്ര നല്ലതും അല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ രണ്ടാമത്തെ പ്രൈസ് കാറ്റഗറി നോക്കാം, ഈ 55 ഇഞ്ചിൻ്റെ. അതായത് 80,000 മുതൽ 2.5 ലക്ഷം വരെ പോകുന്ന ഒരു റേഞ്ച്. ഈ ചാർട്ട് വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ശരിക്കും പറഞ്ഞാൽ OLED TVകളാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഏകദേശം 80% TVകളും അധികവും LGൻ്റെ TVകളാണ്. പിന്നെ 13% LED TVകളാണ് സോണിൻ്റെ. പിന്നെ QLED TVകൾ 7%. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ എത്തിയിട്ട് പോലും സോണി QLED തരുന്നില്ല, LED TVകളാണ് തരുന്നത്. ഇത് ശരിക്കും ഒരു നോൺസെൻസ് ആണ്. ഇപ്പോൾ നമുക്ക് X90L എന്ന് പറഞ്ഞ സോണിൻ്റെ മോഡൽ എടുക്കാം. 60 Hz റിഫ്രഷ് റേറ്റ് ഉള്ള സ്ക്രീൻ, 2023 മോഡൽ, HDR ഇല്ല, 30 വാട്ട് സ്പീക്കർ, 1.16 lakh rupees-ആണ് അവർ ഇതിനെ MRPക്ക് അടുപ്പിച്ച് കോട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഇതിനേക്കാളും കുറവായിരിക്കും ഇവിടെ കിട്ടുക റീറ്റെയിൽ ഷോപ്പിൽ, എങ്കിൽ പോലും 1.16 എത്ര കുറയും? ആ വിലക്ക് ഒരു LED TV വാങ്ങണം. പിന്നെ സോണിൻ്റെ വേറൊരു മോഡൽ ബ്രാവിയ 7 2024 മോഡൽ. ബ്രാവിയ 7-ൽ 120 Hz സ്ക്രീൻ ഉണ്ട്, പക്ഷേ 1.62 lakhs ആണ് ഇത് MRP പറയുന്നത്. LED TVക്ക് ഇത്രയും പ്രൈസ് കൊടുത്ത് എടുക്കണം. അപ്പോൾ OLED TV നമുക്ക് ഓൾറെഡി 1.25 1.3-നൊക്കെ LGൻ്റെ അടിപൊളി OLED TVകൾ ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടും. അപ്പോൾ എന്തുദ്ദേശിച്ചിട്ടാണ് സോണി ഈ ഒരു പ്രൈസിങ് ചെയ്തിട്ടുള്ളത് ഈ LED ടെക്നോളജി ഉള്ള ഈ TVകൾക്ക് എന്ന് എനിക്കറിയില്ല. ഇനി QLED കാറ്റഗറി എടുക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ QA55 QN90 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. 2024 മോഡലാണ്, പക്ഷേ ടൈസൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. 60 Hz സ്ക്രീനുള്ളൂ, ഡോൾബി വിഷൻ ഇല്ല, സ്പീക്കേഴ്സ് തരക്കേടില്ല, 4 HDMI പോർട്ട് ഉണ്ട്. പക്ഷേ 1.45 lakhs ആണ് MRP കോട്ട് ചെയ്യുന്നത്.
ചെയ്യുന്നത്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് വർത്ത് ആ ഒരു പ്രൈസിന്. ആസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ OLED ടെക്നോളജി നമുക്ക് ഈ റേഞ്ചിൽ കിട്ടിത്തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ആ ഒരു OLED ടെക്നോളജി കാറ്റഗറി എടുത്താൽ സോണിക്ക് ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട്, A95L എന്ന് പറഞ്ഞ മോഡൽ. ഇത് ഭയങ്കര അടിപൊളി കേപ്പബിൾ മോഡലാണെന്നാണ് പല റിവ്യൂവേഴ്സും പറയുന്നത്. പിന്നുള്ളത് LGൻ്റെ G4 എന്ന് പറഞ്ഞ OLED മോഡലാണ്. ഇതൊരു MLA OLED ആണ്, മൈക്രോ ലെൻസ് എറേ OLED എന്ന് പറയും. സാധാരണ OLED പാനലിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മൈക്രോ ലെൻസസ് വെച്ചിട്ട് കൂടുതൽ ബ്രൈറ്റ്നസ് കൂട്ടുന്ന ഒരു ടെക്നോളജിയാണ്. നിങ്ങൾക്ക് കൂടുതൽ ടിവിൻ്റെ ടെക്നോളജികളെ പറ്റി ഇപ്പോൾ നമ്മളിതിൽ പറഞ്ഞെല്ലാം കുറച്ചും കൂടി ഡീപ്പായിട്ട് ബേസിക്സ് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ലിങ്ക് ചെയ്യാം, അതൊന്ന് കണ്ടു നോക്കും, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. പറഞ്ഞ പോലെ G4 LGൻ്റെത് ഒരു MLA മൈക്രോ ലെൻസ് എറേ OLED TV ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സോണീൻ്റെ A95L എന്ന് പറഞ്ഞ OLED TVയും ഇതും തമ്മിൽ നല്ല പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ 2.5 lakhs ആണ് സോണി ഇതിന് MRP കോട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ G4 അറൗണ്ട് 2.25 അപ്പോൾ ഒരു 20,000-30,000 ഡിഫറൻസ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പ്രൈസിനൊന്നും സോണിക്ക് ഇത് കൊടുത്തെടുക്കണോ എന്നുള്ളത് നിങ്ങൾ അത്രയും ഭയങ്കര ഡിസ്പ്ലേ ടെക്നോളജിയിൽ ഫോക്കസ് ചെയ്യുന്ന ആളാണെങ്കിലൊക്കെ അത്രയും ഇത് കൊടുത്തിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ G4 ഇസ് വെരി ഗുഡ്. യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫോർ ഐ തിങ്ക് അറൗണ്ട് 1.75 to 1.85 lakhs കിട്ടുന്ന തോന്നുന്നു. 2023 മോഡൽ വരെ നിങ്ങൾക്ക് കിട്ടും G3 മോഡൽ. അപ്പോൾ ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് LGൻ്റെ G4 എന്ന് പറഞ്ഞ OLED മോഡലിന് തന്നെയാണ്. സ്പെഷ്യൽ മെൻഷൻ എന്തായാലും ടു സോണി A95L നല്ലൊരു മോഡൽ OLED തന്നെയാണ്. ഇതിൽ പിന്നുള്ള ഒരു ഗുണം A95L സോണിക്ക് അത് ഗൂഗിൾ TV ആണ്, പക്ഷേ LGൻ്റെ G4 WebOS ആണ്. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് LG G4 2024 MLA OLED TV ആണ്. പല ഷോപ്സിലും ചിലപ്പോൾ നമുക്ക് 1.3 lakhsനൊക്കെ കിട്ടുമായിരിക്കും. മറ്റേ നല്ലൊരു പിക്ചർ ക്വാളിറ്റി ആണ് സോണിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ LG G3 ആണ് രണ്ടാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത്. വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു 2023 മോഡലാണ്. ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല പ്രൈസ് റേഞ്ചിന് തന്നെ 1.2 to 1.3 lakhsനൊക്കെ കഴിഞ്ഞ കൊല്ലത്ത് ഈ G3 മോഡൽ കിട്ടാൻ ചാൻസ് ഉണ്ട് പല ഷോപ്പിലും. ഒരു ചെറിയ കറക്ഷൻ, LG G4 അറൗണ്ട് 2.25 lakhs ഒക്കെ വരും. G3 1.3, ഓൾമോസ്റ്റ് 1 ലക്ഷം റുപ്യ കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടും. ഓൾമോസ്റ്റ് കമ്പാരബിൾ നല്ലൊരു പിക്ചർ ക്വാളിറ്റിയും ബ്രൈറ്റ്നസ്സും ഉള്ള ഒരു OLED പാനൽ നിങ്ങൾക്ക് കിട്ടും. LG G3 മോഡലാണ് സെക്കൻഡ് സ്ഥാനത്ത്. മൂന്നാം സ്ഥാനത്ത് LGൻ്റെ C4 മോഡലാണ്. ഇതൊരു 2024 OLED മോഡലാണ്. മൈക്രോ ലെൻസ് എറേ MLA അല്ല, ഇവോ പാനലാണ്. മറ്റേ കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടുള്ള LGൻ്റെ ഒരു മോഡലാണ്, OLED മോഡലാണ്. അപ്പോൾ ഇതും അറൗണ്ട് ഇക്കൊല്ലത്തെ മോഡലായതുകൊണ്ട് 1.25 to 1.4 lakh റേഞ്ചിൽ നമുക്ക് ഓഫ്ലൈൻ റീറ്റെയിൽ ഷോപ്സിലൊക്കെ കിട്ടേണ്ടതാണ്. ഇപ്പം നിങ്ങളെ കയ്യിൽ 1 ലക്ഷത്തിന് മുകളിൽ പൈസ ഇല്ല, 1 lakh ആണ് നിങ്ങളെ ബഡ്ജറ്റ്, 55 ഇഞ്ചിൽ നിങ്ങൾക്കൊരു OLED ടെക്നോളജി വേണം, OLED ടെക്നോളജി നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താ വെച്ചാൽ നിങ്ങൾ 2023 കഴിഞ്ഞ കൊല്ലത്തതോ അല്ലെങ്കിൽ അതിൻ്റെയോ മുല്ലത്ത് 2022 മോഡൽസായ LGൻ്റെ B3, C3 അല്ലെങ്കിൽ BX, BCX, അത് B10, C10 എന്നാണ് ഷോപ്പുകാർ പറയുക. ഈ റേഞ്ച് ഉള്ള മോഡൽസും കൂടെ ഒന്ന് നോക്കൂ. നല്ല ഓഫറൊക്കെ ഉണ്ടെങ്കിൽ നല്ല മോഡൽസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല ടെക്നോളജിയാണ്, നല്ല TV പിക്ചറും എല്ലാം കിട്ടും. അതും അല്ലെങ്കിൽ പുതിയത് വേണമെങ്കിൽ A3 എന്ന് പറഞ്ഞ A സീരീസ് OLED TVകൾ നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കിട്ടും. അറൗണ്ട് 81, 82, 83 റേഞ്ചിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി G3ൻ്റെയോ C3ൻ്റെയോ B3ൻ്റെയോ അത്ര പിക്ചർ ക്വാളിറ്റി ഉണ്ടാവില്ല, കുറച്ചൊരു കുറവായിരിക്കും. പക്ഷേ എങ്കിൽ പോലും മിനി LED-നെക്കാളുമൊക്കെ രസമുള്ള പിക്ചർ കോൺട്രാസ്റ്റ് ആയിരിക്കും OLED ഈ A3 സീരീസിനുള്ളത്. അപ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ 80,000 മുതൽ 2.25 ലക്ഷം റുപ്യ, 2.5 ലക്ഷം റുപ്യ വരെയുള്ള കാറ്റഗറി 55 ഇഞ്ച് എടുക്കുകയാണെങ്കിൽ OLED കാറ്റഗറിയിൽ ഫസ്റ്റ് സ്ഥാനത്ത് LG G4, സെക്കൻഡ് സ്ഥാനത്ത് LG G3, തേർഡ് സ്ഥാനത്ത് LG C4. ഇതെല്ലാം 1 to 1.3 lakhsന് കിട്ടും, എക്സെപ്റ്റ് ആദ്യത്തെ G4 മോഡൽ. പിന്നെ QLED LED കാറ്റഗറി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ OLED വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. മാത്രമല്ല 65 ഇഞ്ച് TVസും ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ റേഞ്ച് ആകുമ്പോഴേക്കും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പാർട്ട് 4 നിങ്ങൾക്ക് അതും കൂടെ കൺസിഡർ ചെയ്യാം. ഇനി 33,000 to 80,000 സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ മിനി LED അല്ലെങ്കിൽ QNED ആയ TCLൻ്റെ C755ഉം 70,000 റുപ്പീസ് വരുന്ന TVയും, ഹൈസെൻസിൻ്റെ U7N 80,000 റുപ്പീസ് വരുന്ന TVയും,
തോഷിബിൻ്റെ M650MP എന്ന് പറഞ്ഞ മോഡൽ 47,000 രൂപ വരുന്ന മോഡലും ആണ് നല്ലത് വാങ്ങാൻ. പിന്നെ QLED കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ TCLൻ്റെ C655 44,000 രൂപയുടെ മോഡലും തോഷിബിൻ്റെ M550MP എന്ന് പറഞ്ഞ 81,000 രൂപയുടെ മോഡലും ഹൈസെൻസിൻ്റെ E68N 41,000 റുപ്പീസ് മോഡലുമാണ് ഇതിൽ നല്ലത്. LED ഈ പ്രൈസ് റേഞ്ചിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ബിഗ് ബ്രാൻഡ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് സർവീസ് ഒക്കെ ബാക്കിയുള്ള ബ്രാൻഡ്സ് ടെൻഷൻ ആണെങ്കിൽ പിന്നെ LGൻ്റെ QNED TV മോഡൽസ് നോക്കുക. ഡോൾബി വിഷനുള്ള മോഡൽസ് നോക്കി തിരഞ്ഞെടുക്കുക. കുറച്ചും കൂടെ പ്രൈസ് കൂടുതലായിരിക്കും, പക്ഷേ LG വേണമെങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് മൊത്തത്തിലൊരു 55 ഇഞ്ചിൻ്റെ കംപ്ലീറ്റ് ഒരു അവസ്ഥ. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് 33,000 മുതൽ 80,000 വരെ നോക്കുകയാണെങ്കിൽ ഏതാണ് ബെസ്റ്റ് ഒരു വാല്യൂ ഫോർ മണി 55 ഇഞ്ച് TV എടുക്കാൻ കൊടുക്കുന്ന പൈസക്ക് ഫീച്ചേഴ്സ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക TCLൻ്റെ C755 മിനി LED TV എടുക്കാനാണ്. അതിന് താഴെ LGൻ്റെ A3 OLED മോഡൽ 83,000 82,000 രൂപയ്ക്ക് ഓൺലൈൻ കിട്ടുന്ന മോഡൽ. ഇത് രണ്ടുമാണ് ആക്ച്വലി പറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിൽ അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ടെക്നോളജിയിൽ നമുക്ക് ഈ 55 ഇഞ്ചിൽ കാണാൻ പറ്റുന്ന രണ്ട് മോഡൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ കമൻസും ഡൗട്ട്സും എല്ലാം കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ബൈ മീ എ കോഫി എന്ന് പറഞ്ഞ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ. എന്തായാലും ഈ അനാലിസിസ് ചെയ്ത ഫയൽ നിങ്ങൾക്കൊരു TV എടുക്കാൻ ഉപകരിക്കും. അത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. TV എടുക്കാൻ നിങ്ങൾ ആരെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കേണ്ട ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ ഗിസ്മോ.